2 മധുരക്കിഴങ്ങ് മേടിച്ചിട്ടുണ്ട്. അത് ഒരു 1/2 കിലോ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഷേക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇത് മുറിച്ചെടുക്കാം. അത് 2 പീസ് വെച്ചെടുക്കാം. നമുക്കിത് കുക്കറിലിട്ട് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് അടിച്ചെടുക്കാം കേട്ടോ. ഒരു 2 അടി അടിച്ചെടുക്കാം. നമുക്ക് വേവിച്ചെടുക്കാം. നമ്മൾ 2 അടി എന്നിട്ട് പറഞ്ഞാൽ ഒരു 3-4 അടി അടിച്ചിട്ടോ നമുക്ക് വെന്തോന്ന് നോക്കാം. നന്നായിട്ട് വെന്തുണ്ട്. തൊലിയൊക്കെ പൊടിയുണ്ട്. ചൂടാട്ടോ. നമുക്ക് തൊലി പൊടിഞ്ഞെടുക്കാം. അവിടെ മധുരക്കിഴങ്ങ് നന്നായിട്ട് വെന്തുണ്ട്. നമുക്ക് തൊലി കളഞ്ഞെടുക്കാം കേട്ടോ. തൊലി ഇങ്ങനെ പയ്യെ ഇങ്ങനെ കളയാം. ശരിക്കും ചൂടാറുണ്ട്. ഒരു ചൂടുണ്ട്. നമുക്കത് മൊത്തം എടുക്കണ്ട കേട്ടോ. കുറച്ച് എടുത്താൽ മതിയേ. ഇതൊരു പീസോട് ഇരിക്കട്ടെ. ബാക്കി 3 പീസ് നമുക്ക് എടുത്ത് ഷേക്ക് അടിക്കാം. നമുക്കിതിന് അതൊക്കെ അരിഞ്ഞിടാം കേട്ടോ. ചെറിയ പീസായിട്ട്. നന്നായിട്ട് വെന്തണ്ട് കേട്ടോ. മതി. പാത്രം നിറയും. നമുക്ക് സാധനങ്ങളൊക്കെ ഇടാം കേട്ടോ. ഒരു 50 ഗ്രാം അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ബദാം ഒരു 50 ഗ്രാം ഇട്ട് കൊടുക്കാം. ഏലക്കായ ഒരു 10 ഉണ്ട്. അതിൻ്റെ കുരുവാണ് നമ്മൾ ഇട്ട് കൊടുക്കണേ. ഏലക്കായുടെ തൊണ്ട് നമ്മൾ ഇടണം കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് കാച്ചിയ പാല് ഫ്രീസറിൽ വെച്ച പാലിട്ടത് നന്നായിട്ട് തിളപ്പിച്ച പാലാണ്. ഇതാണ് കോരിയിട്ടേക്കാൻ അതിലേക്ക്. നമുക്ക് പഞ്ചസാര ആവശ്യമുള്ള ഇട്ട് കൊടുക്കാം കേട്ടോ. ആവശ്യമനുസരിച്ച് പഞ്ചസാര ഇട്ടാൽ മതി. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 4 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കണം കേട്ടോ. മധുരം കുറവുള്ളവർക്ക് കുറച്ചിട്ടാൽ മതി. നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ. നമുക്ക് തുറന്നു നോക്കാം കേട്ടോ. സൂപ്പറായിട്ട് കേട്ടോ. ഗ്ലാസ്സിലേക്ക് പകർത്താം. കുറച്ച് ഐസ്ക്രീം ഇട്ട് കൊടുക്കട്ടെ. എന്നിട്ട് പിള്ളേർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടത്. നല്ല അടിപൊളി സാധനമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ കാണാൻ ഭംഗിയായിട്ട് നമുക്ക് നല്ല സ്ട്രോബെറി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഫുഡാണ് അത്. നല്ല ടേസ്റ്റ് ഉണ്ടാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ.